ഉസ്മാൻ എന്നവരുടെ കാലത്താണ് ജുമുഅക്ക് രണ്ടാമതൊരു ബാങ്ക് വന്നത്. നമ്മുടെ നാടുകളിലൊക്കെ ഹറമൈനു ഷരീഫുകളിലും ഒക്കെയുള്ള ബാങ്കില്ലേ, സമയായാൽ ഉടനെ കൊടുക്കുന്ന ബാങ്ക്. മിമ്പറിൽ കയറിയ ശേഷം ഖതീബ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും പറഞ്ഞിരുന്നിട്ട് ആ ഖതീബിന്റെ മുകളിലേക്ക് ഖിബലയിലേക്ക് തിരിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കണ ആള് ബാങ്ക് കൊടുക്കുമല്ലോ, മുഖ്രി. ആ ബാങ്കാണ് റസൂലുള്ളാഹിന്റെ കാലത്തുള്ളത്. നബിയുടെ കാലശേഷം സിദ്ദീഖ് എന്നവരുടെ കാലത്തും ഉമർ എന്നവരുടെ കാലത്തും ആ ബാങ്കാവുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലം വന്ന് നോക്കുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ് മിമ്പർമ മൂപ്പര് ഇരുന്നാൽ സദസ്സിൽ പള്ളിയിൽ ആളുണ്ടാവില്ല. ആളും കാത്ത് മൂപ്പര് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ആ വിഷമം വന്നപ്പോ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു. ജുമുഅയുടെ സമയമായ ഉടനെ മദീനത്തെ മാർക്കറ്റ് വികസിച്ചതുകൊണ്ടും കച്ചവടം മുറക്ക് നടക്കുന്നത് കൊണ്ടുമാണ് ആളുകൾ പള്ളിയിൽ വരാത്തത്. അതുകൊണ്ട് കച്ചവടക്കാരായ ആളുകൾക്ക് ശ്രദ്ധ നൽകാൻ സമയമായ ഉടനെ ഒരു ബാങ്ക് കൊടുക്കട്ടെ. ആ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ് മിമ്പറിൽ വരുമ്പോൾ ആളുകളൊക്കെ പള്ളിയിൽ അങ്ങനെ കൂടിയിരിക്കും. ഈ ബാങ്ക് ഉണ്ടായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലത്താണ്. വഹാബികൾ പറയലെന്താ, ആ ബാങ്ക് ഉസ്മാൻ എന്നവരുടെ ബാങ്കാണ്, അതുകൊണ്ട് വിദ്യാർത്ഥി, അതുകൊണ്ട് നമുക്ക് ആ ബാങ്ക് വേണ്ടാണ്. അവിടെ അല്ല ചർച്ച. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, അങ്ങോട്ട് കൊടുക്കണ്ട, ഞങ്ങൾ വേണ്ടവര് കൊടുത്തോട്ടെ, നിങ്ങൾക്ക് വേണോ ഞങ്ങൾക്ക് വേണോ എന്നല്ല ഇവിടുത്തെ ചർച്ച. ചർച്ചയെ വഴിതിരിച്ചു വിട്ടിട്ട് കുൽസിത മാർഗത്തിലൂടെ തങ്ങളുടെ ന്യായങ്ങൾ ഒപ്പിക്കുക എന്നതാണ് ഈ വഹാബിസം സാധാരണ നടത്തി വരുന്ന അടവ്. ഇത് നമ്മൾ തിരിച്ചു മനസ്സിലാക്കി നോക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ആ ബാങ്ക് നടപ്പാക്കിയപ്പോ അലി ഇബ്നു അബീ ത്വാലിബ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് തുടങ്ങിയ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിമാരടക്കം ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിമാരടക്കം ഒരാളും അതിനെ എതിർത്തതായി ചരിത്രത്തിൽ എവിടെയുമില്ലല്ലോ. ഒരു സ്വഹാബിയും എതിർക്കാതെ എന്തുകൊണ്ട് ആ ബിദ്അത്ത് നടപ്പായി? ഇത് നമ്മൾ വഹാബികൾ ആലോചിച്ചോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇത് നടപ്പാക്കുമോ ബദരീങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഇതിന് എതിർത്തോ? അലിയാർ എതിർത്തോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എതിർത്തോ? അന്ന് മുതൽ ഇന്ന് വരെ മദീനത്തും മക്കയിലും ഹറമൈനിലും ഒക്കെ വഹാബിസത്തിന്റെ കേന്ദ്രമായ മക്കയിലും മദീനയും, മക്കയും മദീനയും ലക്ഷ്യമായിട്ടും നല്ലത് പറയുന്നത് മക്ക മദീന എന്ന് പറയുന്നത് വഹാബിസത്തിന്റെ കേന്ദ്രമാണല്ലോ. നിങ്ങൾക്ക് വേണ്ടാത്ത ബാങ്ക് നിങ്ങളുടെ കേന്ദ്ര വഹാബികളുടെ കേന്ദ്രത്തിലുണ്ട്. ആ കൊടുക്കുന്ന ബാങ്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നടപ്പാക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത സുന്നത്താണ് അവിടെ വരുന്നത്. ഇത് ബിദ്അത്താണ്. താനും ബിദ്അത്ത് സുന്നത്താകുന്നവിടെ എന്ത് സുന്നത്ത്? കൂലി കിട്ടുന്ന പുണ്യകർമ്മം, വാജിബ് സുന്നത്ത്, അവിടുത്തെ സുന്നത്ത്. ഇനിയെങ്കിലും വഹാബികൾ തിരിച്ചറിയണം, ബിദ്അത്തുമാണ് സുന്നത്തുമാണ് എന്നാ ബേജാറാകണ്ട. ഈ ബാങ്ക് ബിദ്അത്തുമാണ് സുന്നത്തുമാണ്. എങ്ങനെയാ ബിദ്അത്ത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത ഒരു നടപടി ആവശ്യമുള്ളപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയതാണ്. ഇത് ബിദ്അത്താണ്. പ്രമാണങ്ങൾ ഉണ്ടതിന്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല. അതുകൊണ്ട് ഇത് ശരിയായ നല്ല ബിദ്അത്തുമാകുന്നു. നല്ല ബിദ്അത്തായതുകൊണ്ട് ഇത് പുണ്യം കിട്ടുന്ന പുണ്യകർമ്മമാണ്. അപ്പൊ വാജിബല്ല എങ്കിൽ സുന്നത്താണ്. വാജിബാണ് നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കും. ഞങ്ങൾക്ക് കൊണ്ട് കൊടുപ്പിക്കാത്ത എന്തുകൊണ്ടാ? അത് സുന്നത്തായതുകൊണ്ടാ. അപ്പൊ സുന്നത്തുമാണ് ബിദ്അത്തുമായ ഈ ബാങ്ക് കണ്ടോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടാകുന്നത്.